أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. من وصايا الخلفاء الراشدين رضوان الله تعالى عنهم. ഖുലഫാ റഷീദുകൾ അറിയാലോ. സയ്യിദുന അബൂബക്കർ, സയ്യിദുന ഉമർ, സയ്യിദുന ഉസ്മാൻ, സയ്യിദുന അലി റളിയല്ലാഹു അൻഹും. പക്ഷെ എല്ലാവരും പറയുന്നില്ല, എല്ലാവരും ബർക്കത്തിന്. വസിയ്യത്തു സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോട്? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു കൊടുത്തത്. വമിൻ വസിയ്യത്തി ഖലീഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ വസിയ്യത്തിൽപ്പെട്ടതാണ്. ആരോട് ചെയ്തത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാനോട് ചെയ്തത്. അനഫഅല്ലാഹു ബിഹി. ഇത്തഖില്ലാഹ യാ ഉമർ ഇദാ വല്ലീത അലന്നാസ്. ജനങ്ങളുടെ മേലിൽ നിങ്ങൾക്ക് അധികാരം നൽകപ്പെട്ട് നിങ്ങളെ ഖലീഫയാക്കുമല്ലോ, അന്നേരം നിങ്ങൾ നല്ല തഖ്വ ചെയ്തുകൊള്ളണം. അന്നേരം തഖ്വ കൊണ്ടോന്നല്ല, അതിന് പ്രത്യേകമായ തഖ്വ. ജനങ്ങളെ അധികാരം ഏറ്റെടുത്തതല്ലേ. വഅലം അന്ന ലില്ലാഹി അമലൻ ബില്ലൈൽ. രാത്രി സമയത്ത് അല്ലാഹു തആലാക്ക് ചില അമൽ ചെയ്യാനുണ്ട്. ലാ യഖ്ബലുഹു ബിന്നഹാർ. അത് പകൽ ചെയ്താൽ സ്വീകാര്യമല്ല. ടൈം മാറിപ്പോയി. ടൈമിനുണ്ടല്ലോ പ്രാധാന്യം. ഇപ്പം അറഫയിൽ നിൽക്കൽ ഹജ്ജിൻ്റെ റുക്കിനാണ് അല്ലേ. 9 കൃത്യസമയത്തല്ലാണ്ട് പിറ്റേന്ന് പോയിട്ട് ആഴ്ചകളോട് അവിടെ കൂടുതൽ ഹജ്ജാകുന്നില്ലല്ലോ. കല്ലെറിയാൻ വേണ്ടി പ്രത്യേക സമയം, ഇന്നത് മുതൽ ഇന്നത് വരെ. ഇനി അതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറ്റി അവിടെ ഞാൻ പണ്ട് കല്ല് ബയ്യെറിഞ്ഞോളാന്ന് പറഞ്ഞാൽ ഹജ്ജുണ്ടാ. ടൈമിന് വരെ പ്രാധാന്യമാണ്. നമുക്കതില്ലാണ്ടുള്ളൂ. കൃത്യത എന്ന് പറഞ്ഞ സാധനം ഇല്ല. വലഹു അമലം ബിന്നഹാർ. പകൽ സമയത്ത് അല്ലാഹു തആലാക്ക് ചില അമൽ ചെയ്തു കൊടുക്കാനുണ്ട്. ലാ യഖ്ബലുഹു ബില്ലൈൽ. അത് രാത്രി സ്വീകരിക്കൂല. ചുരുക്കത്തിൽ ഓരോന്നിനും നിശ്ചയിച്ച സമയത്ത് തന്നെ ചെയ്തു കൊള്ളണം എന്നായി. വഅന്നഹു ലാ യഖ്ബലു നാഫിലതൻ ഹത്താ തുഅദ്ദൽ ഫരീള. ഫർളാക്കപ്പെട്ട കാര്യം പൂർണ്ണമായി വീടുന്നത് വരെ നാഫിലത്ത് സ്വീകരിക്കപ്പെടൂല. ഇപ്പോൾ ഒന്നോൻ്റെ കയ്യാകലടിയെന്ന് ഒരു മസലൻ ഫർളിൻ്റെ കതിര് മുട്ടുൾപ്പെടെ വന്നത് അത് ബോധ്യപ്പെടാൻ വേണ്ടി സാഹിദിൻ്റെ പകുതിയോളം കേൾക്കണമെന്നല്ല പറഞ്ഞു. ആ ഫർള് പൂർത്തിയാണ്ട് 3 ഇന്നലെ 300 വട്ടം ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഓരോന്നിനും അതിൻ്റെതായ ഫർള്, അതിനോട് താപിയാകുന്ന സുന്നത്ത്. രാത്രി സ്വീകരിക്കപ്പെടേണ്ട മഗ്‌രിബ് ഇശാ നിസ്കാരം രാത്രിയല്ലേ. അതുപോലെ പതിനാക്കുള്ള ഖിയാമുൽ ലൈൽ രാത്രിയല്ലേ. അത് ഫരീലത്തിനോട് താപിയാകുന്നതാണ് നാഫിലത്ത് പറഞ്ഞത്. എന്നല്ലാണ്ട് ഇപ്പം ളുഹർക്ക് ഖബലിയായ സുന്നത്തുണ്ട്. ളുഹർക്ക് അമ്മത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഖബലിയായ സുന്നത്ത് കിച്ച സ്വീകരിക്കൂലേ? ഒന്നും ചോദിക്കല്ലോ, ഫർള് കൂടിയിട്ടില്ലല്ലോ. ഈ ഇബാറത്തിൻ്റെ ന്യായം വെച്ചുകൊണ്ട് പറഞ്ഞൂടെ? എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ നേരത്തെ ഫരീല അപ്പോൾ ളുഹർ നിൽക്കിച്ചിട്ടില്ല, നിൽക്കിരിക്കാൻ പാടുള്ളൂ. ശേഷമുള്ളത് അതായത് മുമ്പുള്ള ഫരീലത്തിൽ നിന്ന് കൃത്യമായി സലാം വീട്ടിയെ തീർന്നാലേ അതിൻ്റെ വക്കത്ത് കിടക്കുള്ളൂ. ബാദീനി ഇശാ പൂർണ്ണമാക്കിച്ചതിന് ശേഷമേ തറാവിൻ്റെ സമയം കിടക്കുന്നുള്ളൂ. അപ്പോൾ ഇശാക്കിരിക്കാണ്ട് തറാവിനോട് ബയ്യ ഇശാക്കിരിച്ചാൽ മതി എന്ന് മസാല പറഞ്ഞു കൊടുക്കുന്നതിന് അർത്ഥമില്ല. സമയം കിടന്നിട്ടില്ല. അതല്ലേ ലഹ്സ് മസാലയിൽ പറഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്നായിട്ടും കൂടെ സമയം കിടക്കാത്ത നിൽക്കാരേത്. അതാ ഇന്നലത്തെ ഇശാ നിൽക്കിച്ചിട്ടില്ല. ഇന്നലത്തെ ഇശാ നിൽക്കാരം കലായി. ഇശാ നിൽക്കാരം കലാ എന്നുകൊണ്ട് എന്തായി? ഇന്ന് രാവിലെ വരെയും ഇശാ നിൽക്കിച്ചിട്ടുണ്ട്. ഉച്ച വരെ നിൽക്കിച്ചിട്ടില്ലെങ്കിൽ തറാവിന് സമയം കിടന്നിട്ടില്ലല്ലോ. തറാബീഹും ബാദിയ റവാത്തിബും ബിത്തുറും ഇതിനൊന്നും സമയം കിടന്നിട്ടില്ല.
അപ്പം ഫരീദത്തിൽ എന്താ ഉണ്ടായാലും ശരീഅത്ത്, നമ്മുടെ അതൊക്കെ തന്നെ ഇസ്തിലാഹി പ്രകാരം പോയാൽ ശരീഅത്ത്. നാഫിലത്ത് എന്താക്കും? തരീക്കത്തിലേക്ക് വരും. അഹബത്തുൽ ബെല്ലെടുക്കൽ അങ്ങനെയല്ലേ? അപ്പം ശരീഅത്തിന് ശേഷമേ തരീക്കത്തുള്ളൂ. ഒന്നുകിൽ തർത്തീബ് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താകും? റുത്തുബയിൽ തർത്തീബ് ഉണ്ടാകും. റുക്കുവായി ചെയ്ത് ഉള്ളംകൈയിൻ്റെ കതിർ എന്താക്കി മുട്ടുമ്മലെത്തുന്നത് വരെയാണ് റുക്കുവിൻ്റെ ഹദ്. അത് പൂർത്തിയാക്കാത്ത കാലത്തോളം ഇങ്ങനെയാക്കിയിട്ട് സുബ്ഹാന റബ്ബിൽ അലീം ചൊല്ലിയിട്ട് കഴിയില്ല. ആയിട്ടില്ല. അപ്പൊ വഹത്തമ്മിൽ ഫർദില്ലദീ ലാ യഖ്റബൂ എന്ന് പറഞ്ഞില്ലേ? ഫർദിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. വഇന്നമ അപ്പൊ ചിലതിനെന്താക്കും? തരീഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും. അമല് പറയാം. വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. എന്നാണ് ശരീരത്തിന് തരീഖത്ത് കൊടുത്തോ? തരീഖത്ത് തന്നെ ചെല്ലുമ്പോഴല്ലേ? സലാമിന് അഹ്സന മിന്ന കൊടുക്കൽ തരീഖത്താന്ന്. അഹ്സന കൊടുക്കുന്നില്ലോ, തന്നതെങ്കിലും മുടക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് ഫർളാന്ന്. വഇന്നമാ സഖുലത്ത് മവാസീനു മൻ സഖുലത്ത് മവാസീനുഹും. തുലാസിൻ്റെ തൂക്കം കൂടിയത് നമ്മൾ ഖൈറാത്തിലാന്ന് സാധാരണ പ്രയോഗിക്കല്. ലഫ്ള് അമ്മാന്നെങ്കിലും കുറ്റകൃത്യം തുലാസി തൂങ്ങിയാലും പറയാലാ സഖുലാന്ന്. പക്ഷേ അത് ആമ്മ് പറഞ്ഞാൽ ഖാസ മുറാദാണ്. അത് ഹസനാത്തിൻ്റെ തൂക്കം കൂടിയാൽ ഫഅമ്മാ മൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാളിയ. അപ്പം അത് മുത്തലക്കായിട്ട് തൂക്കം കൂടിലാണെങ്കിൽ ഷർറ് കൊണ്ട് തൂക്കം കൂടിയാലും കൂടി പറഞ്ഞൂടെ? ഫഹുവ ഫീ ഐശത്തിർ റാളിയ. ജവാബിൽ നിന്ന് മനസ്സിലാകും ഇത് ആമല്ല, ഖാസാണ്. ആമ് മുറാദ് ബിൽ ഖുസൂസ്. ഹസനാത്തിൻ്റെ തട്ട് തൂങ്ങിയാൽ നർത്തം വെക്കണം. അതായി ഉസൂലെല്ലാം പറയലേ. അത് അവർക്ക് തൂക്കം കൂടിയതിൻ്റെ കാരണം പറയുന്നു. ബിത്തിബാഹിമുൽ ഹഖ്ഖ ഫിദ്ദുനിയാ. ദുന്യാവിൽ വെച്ച് അവർ ഹക്കിനെ പിൻപറ്റി എന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് പരലോകത്ത് തുലാസി തൂക്കം കനം കൂടിയത്, ഹസനാത്ത്. തിരിച്ചു വെക്കും. വഇന്നമാ ഖഫ്ഫത് മവാസീനു മൻ ഖഫ്ഫത് മവാസീനുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഹസനാത്തിൻ്റെ തുലാസ് കുറഞ്ഞില്ലേ, കനം കുറഞ്ഞില്ലേ? അത് ബിത്തിബാഹിമുൽ ബാത്തില ഫിദ്ദുനിയാ. ദുന്യാവിൽ ബാത്തിനെ പിൻപറ്റിയത് കൊണ്ടാണ് ആ കനം കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞാൽ തീർത്ത്. ഇനി വസിയ്യത്ത് സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത വസിയത്താണ്. ആരോട്? ലിബഅദി ഇഖ്വാനിഹി. ഇന്നവിടെ പണ്ടില്ല, ബഅദുൽ ഇഖ്വാനിനോട്. അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലിബഅദി ഇഖ്വാനികളോട് പറഞ്ഞു, ഊസൈക ബിസിത്തത്തി അശ്യാ. 6 കാലം ഞാൻ നിന്നോട് വസിയത്ത് പറയുന്നു. മൃതങ്ങളാ പറയുന്നത്. ഇൻ അറത്ത അൻ തഖഅ ഫീ അഹദിൻ. ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് നീ ഉദ്ദേശിച്ചാൽ ആദ്യം നിന്നെ പറയുക. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ബാക്കി പറഞ്ഞാൽ മതി. അതാ വതദുമ്മഹു. അയാളെ വിമർശിക്കാനും ഉദ്ദേശിച്ചാൽ ഫദുമ്മ നഫ്സക. നിന്റെ നഫ്സിനെ കുറ്റപ്പെടുത്തിക്കും. ഇന്ന് അവിടെ തന്നെ എനിക്ക് പണ്ട പോലെ സുഖലുണ്ട്. കാരണം നാവുകൊണ്ട് കുറ്റം പറയല കൊണ്ട്. നിന്റെ നഫ്സിനാക്കാണ് അയ്ബ് ഏറിയ ഒരാളെ എനിക്ക് അറിയില്ലല്ല. മറ്റേയാള് നീ പറയുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ലല്ലോ. നിനക്ക് നിന്നെ പറ്റി അറിയാലോ. 2 വൈന്നറത്താൻ തഹമ്മദ അഹദൻ. ആരെങ്കിലും ഹംദ് ചെയ്യാൻ ഉദ്ദേശിച്ചാലോ ഫഹമദില്ലാഹ്. അല്ലാഹു തആലാക്ക് ഹംദ് കൊടുത്തോന്നു. എന്തുകൊണ്ടാണ്? ഫലൈസ അഹദുൻ അക്സറ മിന്നത്തൻ അലൈക. നിനക്ക് ഉപകാരവും നിയമത്തും ഏറ്റവും അക്സറായി ചെയ്ത ആരുമില്ല. വൽതഫബിക. നിന്നോട് ഏറ്റവും കാരുണ്യമുള്ളവനും ഇല്ല. മിന്നു. അള്ളാനെ കാണാം. അതുകൊണ്ട് ആ കെയർ ഓഫിലാണല്ലോ ഹംദ് കൊടുക്കേണ്ടത്. അള്ളാഹ് കൊടുത്താൽ മതി. വൈന്നറത്താൻ തത്തുറക്ക ഷൈഅൻ. വല്ല സാധനവും വലിച്ചെറിയണം, ഉപേക്ഷിക്കണം എന്ന് കരുതിയാൽ ഫത്തുറക്ക് ദുന്യാവിനെ വലിച്ചെറിഞ്ഞു. 3 ഇല്ലേ?
ഫഇന്നക ഇൻ തറക്തഹ ഫഅൻത മഹ്മൂദ്. ദുന്യാവിനെ വിളിച്ചറിഞ്ഞാൽ നീ ആരാകും? മഹ്മൂദായ മനുഷ്യനാകും, സ്തുതിക്കപ്പെടുന്ന വ്യക്തിയാകും. വഇല്ലാ തറക്കത്തുക, അല്ലെങ്കിൽ ദുന്യാവ് നിന്നെ ഒരു കാലത്ത് ചാടും. ഇതെപ്പോൾ ശാശ്വതമല്ലല്ലോ. അപ്പോൾ ഫഅൻത മദ്മൂം, നീ മദ്മൂമായിട്ടാണ് നിന്നെ ചാടുന്നത്. മനസ്സിലായിനാ? വൈന്നറത്താൻ തസ്തഇദ്ദ ലിശൈഇൻ, എന്തെങ്കിലും കാര്യത്തിന് ഒരുക്കങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇദ്ദ ലിൽ മൗത്ത്, മൗത്തിന് വേണ്ടി ഒരുക്കം ചെയ്തു വെച്ചോ. പിന്നെ നാല്, ഫഇന്നക ഇല്ലം തസ്തഇദ്ദ ലഹു, മൗത്തിന് വേണ്ടി ഒരുക്കം ചെയ്തില്ല, പെട്ടെന്നാണ് എല്ലാം അവിടെ വസിയത്തും ബാക്കിയായി, കടവും ബാക്കിയായി, നിക്കാരും ബാക്കിയായി, തൗബയും ബാക്കിയായി, എല്ലാം. ഹല്ല ബിക്കൽ ഖുസ്റാനു വന്നദാമ, നിനക്ക് നഷ്ടവും ഖേദവും നിന്നിലേക്ക് ഇറങ്ങും. വൈന്നറത്താൻ തത്തുടുബ ഷൈഅൻ, വല്ല സാധനവും തേടാൻ ഉദ്ദേശിച്ചാൽ ഫത്തുലുബിൽ ആഖിറത്തിനെ തേടിക്കോ. അതുകൊണ്ട് ഫലസ്ത തനാലുഹ ഇല്ലാവിയാൻ തത്തു, അത് തേടിയാലേ കിട്ടുള്ളൂ. ദുനിയാവ് തേടിയിട്ടില്ലെങ്കിൽ നിശ്ചയിച്ചത് കിട്ടും. انتهى ذكره الإمام علي بن حسن الأطاس في كتابه القرطاس. هذا كتابا കടലാസ് എന്നല്ല, അത് അത്താസ് തങ്ങളുടെ റാത്തീബിൻ്റെ ഷറഹാണ്, ഇവിടെ ഉണ്ടത്. റാത്തീബുൽ അത്താസ് എന്ന് പറഞ്ഞാൽ അബുൽ കുത്തുബുൽ ഇർഷാദ് അബ്ദുല്ലാഹിബിൻ അലബിൻ ഹദ്ദാദ് തങ്ങളുടെ ഷെയ്ഖിൻ്റെ റാത്തീബാണ്. അതിന് അത്താസ് എന്ന് പറയുന്നത്. ഇനി വസായൽ ഇമാം അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജ്ഹഹു വറളിയല്ലാഹു അൻഹു, അത് ഫമിൻ വസായാഹു, ദിഹ്യയിലുണ്ട്. ഫമിൻ വസായാഹു റളിയല്ലാഹു അൻഹു നല്ല ജാമിയത്തും നാഫിയത്തുമായ വസിയത്താണ്. ആരോടാണ്? ഖൗലുഹു കുമൈൽ ഇബ്നു സിയാദിൻ നഖൈനോടാ പറഞ്ഞത്. മൂപ്പറ ശിഷ്യനാണ് കുമൈൽ ഇബ്നു സിയാദിൻ നഖൈ. ആരാണത്? 12 ജനനം, 82 വഫാത്ത്, 70 വയസ്സ് അല്ലേ. താബിഈൻ സിഖത്തുൻ മിൻ അസ്ഹാബിൽ ഇമാമി അലിയിൻ കറമല്ലാഹു വജ്ഹഹു, അസ്ഹാബിൽപ്പെട്ട താബിയാണ്. വലിയ വിശ്വാസയോഗ്യനും വലിയ മർത്തബ എത്തിയതാണ്. ഷഹീദ സിഫീന മഅഹു, സിഫീൻ യുദ്ധത്തിൽ ഒപ്പം പങ്കെടുത്തു. വകാന ഷരീഫൻ മുതാഅൻ ഫീ ഖൗമിഹി, അവരുടെ കൗമിൽ പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന ഒരു നേതാവാണ്. അത് ഈ കുമയിൽ. സക്കനൽ കൂഫയിലാണ് താമസം. വഖതലഹുൽ ഹജ്ജാജ്, കൊന്നതാണ്. ഹജ്ജാജ് വലിയാളെയും കൊന്നൊടുക്കിയിട്ടുണ്ടല്ലോ. വസ്തഖഹു ജമാഅത്തുൻ, ഒരു സംഘം ഇമാമിയങ്ങൾ മൂപ്പറന്താക്കി ഹദീസിന് പറ്റുന്ന ആളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. തൗസീഖ് മിൻഹും ഇബ്നു മഈൻ വൽ അജ്ലി വഇബ്നു സഅദ് വദക്കർ ഇബ്നു ഹിബ്ബാൻ ഫി സിഖാത്ത്. അപ്പോൾ ആ കുമയിൽ വലിയ ഒരാളായി. ആ കുമയിലിനോട് വിളിച്ചിട്ട് ഉസ്താദാണ് അലി ബിൻ അബി താലിബ് തങ്ങൾ വസീയത്ത് പറഞ്ഞു, ആ കുമയിൽ അൽ ഖുലൂബു ഔഇയത്തുൻ, കൽബുകൾ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളാണെന്നാണ്. ഇത് മുമ്പ് ഒരു സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. 8 സ്വീകരിച്ചു. അത് ഒരു പാത്രം. ഫഖൈറുഹ, ഈ പാത്രങ്ങളെ കൂട്ടത്തിൽ, കൽബാകുന്ന പാത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറേത് ഏറ്റവും കാര്യം ഉൾക്കൊള്ളുന്ന. അപ്പം വാ എന്ന് പറഞ്ഞാൽ കാണപ്പെടാക്കി. അപ്പം അവയിട്ട് തന്നെ വിളിച്ചിട്ട് നിസ്ബത്ത് തഫ്ളീലി. അതുകൊണ്ട് ഹിഫ്ദ് അന്നി മാ അഖൂലു ലക്, ഞാൻ നിന്നോട് പറയുന്നത് മനപ്പാടാക്കി വെക്ക്. അന്നാസു സലാസത്തുൻ, ജനങ്ങൾ 3 തരക്കാരുണ്ട് എന്ന്. ആരെല്ലാണ്? ഫആലിമുർ റബ്ബാനിയുൻ വമുതഅല്ലിമുൻ അലാ സബീലിൻ നജാത്തി, 2 ഇല്ലേ. വഹമജുൻ ദിആഉൻ അത്ബാഉ കുല്ലി നാഇഖിൻ, 3. ഇമാമുർ റബ്ബാനി, റബ്ബിനെ കൊണ്ട് ചേർക്കപ്പെടാവുന്ന നല്ല പ്രഗത്ഭനായ ആലിമ്. 2 മുതഅല്ലിമ്. പിന്നെ 3ാമത്തേത് ഹമജ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ബിഡ്ഡികൾ. ദിആ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത. അപ്പം ഒന്നിനും കൊള്ളാത്ത ബിഡ്ഡി എന്താണ്? അത്ബാഉ കുല്ലി നാഇഖിൻ, ആരാ ഒച്ചപ്പാടാക്കുന്ന അവിടെ എല്ലാം പിൻപറ്റാൻ പോകും. മുത്തക്കമ്പീറും ചെമ്പാൻ്റെ യോഗം വെച്ച ആടെ 1ാം സീറ്റിലുണ്ടാവും. ആ നാക്കിൽ പായും വളർന്നിട്ട് എത്താന്ന് ഓതിയപ്പോൾ ഈ ചിക്കലുണ്ട് ഇപ്പം നീ കണ്ട ഖുർആനല്ലേ ഓതിയത്, ഇന്നമാന ബശറും മിസ്ലുക്കും ഇവെന്തല്ലോ പറഞ്ഞു. അവിടെ നന്നാക്കി ഓനയച്ചു വന്നു. ഇപ്പം പിറ്റേന്ന് മറ്റേ മുലർക്കാരെ വാതിൽ പോകുമ്പോൾ ഇത് 10.
അപ്പം ചുരുക്കത്തിൽ എന്തായെന്നറിയോ, എങ്ങോട്ടാ ചാടീനൊക്കെ തന്നെ. നായക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വിസിലടിക്കുന്ന സാധനം എന്നാണ്. ഈ മൃഗങ്ങളോട് എന്താക്കും, അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോകുന്നതിന് വിസിലടിക്കില്ലേ? ജന്നക ബിമാലായിസും ഖുറാനുണ്ടല്ല. അപ്പൊ ആരാ വിസിലടിക്കുന്ന, ആരാ നൊടിയെന്ന്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വായുണ്ടോ നൊടിയല്. നൊടിഞ്ഞ ആളെല്ലാം പിൻപറ്റും. അതന്നെ അർത്ഥം എന്താ, യമീദൂന മാക്കുല്ലി ലൈഹിൻ, എല്ലാ കാറ്റടിച്ചാലും ചായും. ഇങ്ങനെ അങ്ങോട്ട് കാറ്റടിച്ചാൽ അങ്ങോട്ട് ചായും, ഇങ്ങനെ കാറ്റടിച്ചാൽ അങ്ങോട്ടും ചായും. ലം യസ്തലീഉ ബിനൂരിൽ ഇൽമി, ഇൽമിന്റെ നൂറ് കൊണ്ട് അവർക്ക് പ്രകാശം കിട്ടിയിട്ടേ ഇല്ല. വലം യൽജൗഇല റുക്നിൻ വസീഖിൻ, അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള തൂണിലേക്ക് ചാരിയിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഉറപ്പുള്ള തൂണാരാന്ന്, ഒരു പ്രഗത്ഭനായ ആലിമോ ഒരു ഷെയ്ഖോ ഇവർക്ക് എത്തിമാത് ചെയ്യാൻ പറ്റിയ, അല്ല ഒരു ഇമാമോ, ഇമാമിലേക്ക് അനിവാര്യമായ തക്ലീദ് ഉണ്ടാവുമല്ലോ, ഒന്നുമില്ല, ഇല്ല, ഒന്നില്ല. മറ്റൊന്നോ ഇൽമിലേക്ക് ഇൽമുള്ള ബുക്കിനും വസീഖ് ചാരിയിരിക്കേണ്ട, ഉറപ്പുള്ള ചാരിയിരിക്കുന്ന നൂറിലേക്ക് ചാരിയില്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകുമ്പോൾ ഇവനും പോയില്ലേ. അതൊരു മർജാസിന്റെ പ്രയോഗമാണ്, അല്ലാണ്ട് ഒരു തൂണ് വെച്ചിട്ട് ഇങ്ങനെ ചാരിയിരിക്കണമെന്നല്ല. ചിലത് ഹക്കീക്കത്ത്, ഞാൻ പറഞ്ഞ ഹക്കീക്കത്ത് വെച്ച് മത്തണം, ചിലത് ഹക്കീക്കത്തിനെ മജാസാക്കി മറിക്കണം. കേബാന ചുറ്റുവാൻ കൊത്തുവാണോലെല്ലാരും കേബൻ തവാഫെന്നെ താൻ ചെയ്യും എന്നോ പറഞ്ഞു. ഇത് ഹക്കീക്കത്തോ മജാസോ? അത് ഹക്കീക്കത്താന്ന് പറഞ്ഞിട്ട് എന്താക്കി, എന്നാൽ കാബാണെന്ന് പറഞ്ഞു വന്നിട്ട് ബഗ്ദാദിലേക്ക് പോവുകയാണോ ചെയ്തത്? ഏത് വണ്ടിയിലാണ് കയറ്റിക്കൊണ്ട് പോയത്? അതിന് മോട്ടറുണ്ടോ? അതിന് ഉരുണ്ടതാണോ? അപ്പോൾ ഇവിടെ അജ്ജിനും ഉംറക്ക് ഇഹ്റാം കെട്ടിയാണ്, തവാഫ് കാബ ഇല്ലാണ്ട് വടിയായില്ലേ? ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, പിരാന്താണ്. അത് ഹക്കീക്കത്തല്ല, മജാസാണ് എന്ന് ഈഖാദുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. എന്താണിത്? എല്ലാവരും തേടി നടക്കുന്നൊരു സാധനം തേട്ടം കൂടാതെ ഇങ്ങോട്ടേക്ക് അല്ലാഹു തആല ഹാജരാക്കി കൊടുക്കും. എല്ലാവരും റിസ്ക്കിൻ്റെ പിന്നാലെ പായുന്ന്, റിസ്ക് ഇവനും ചോദിച്ചിട്ട് വേണം, അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നതുപോലെ അതൊരു മജാസാണ് ഇത്. എല്ലാവരും കാബ തവാഫ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും പോകുന്നു, കാബ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമെല്ലാം അധ്വാനമില്ലാതെ അല്ലാഹു തആല എളുപ്പത്തിൽ ആക്കി കൊടുക്കുന്നു എന്നതിന് അർത്ഥമുള്ളൂ. അതിന് ഹക്കീക്കത്ത് മജാസ് തിരിയാനുള്ള തലച്ചോറ് മറുവശത്ത് വേണ്ടേ? നമ്മൾ പണ്ടേ പറയില്ലേ, നമ്മൾ ആയിന്ന് പെട്രോൾ അടിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഹക്കീക്കത്തും വെച്ചമത്തി നമ്മൾ വരുന്നിടന്ന് വന്ന് കാസർഗോഡ് നിന്നാണ്. അങ്ങനെ അപ്പം കാസർഗോഡ് നിന്ന് മാഹി പോയിട്ട് എണ്ണടിച്ചിട്ട് വരാനാ? അതിനത്രത്തോളം ദൂരത്ത് പോയി. നമുക്കാ ഒരു സൽക്കാരം വയ്ക്കുന്ന കിട്ടി, രാത്രിപ്പം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഇവിടെ കഞ്ഞിയും ചോർന്നും പാട്ടെന്നാ പറഞ്ഞതിന് അർത്ഥം. കാസർഗോട്ടെ കോലി. അപ്പം ഇത് മനസ്സിലായില്ലേ? ഏടെ കാറ്റടിച്ചിന് അടെല്ലാം ചായും, ഏടെ ഒച്ചപ്പാട് കെട്ടിന് അടെല്ലാം പോകും. പിന്നെ ഇൽമിൻ്റെ പ്രകാശം ഓർക്കില്ല. അപ്പം എന്താണെന്നറിയോ, ഒന്നിൻ്റെയും രണ്ടിൻ്റെയും തർജ്ജമ പറഞ്ഞില്ല. ആലിമുർ റബ്ബാനിൻ്റെയും മുത്തഅല്ലിമിൻ്റെയും പറഞ്ഞില്ലല്ലോ. യാ കുമൈലു അൽ ഇൽമു ഖൈറും മിനൽ മാൽ, ഇൽമ് മാലിനാക്കാണ് ഖൈറാണ്. അതുമ്പോൾ മിസ്ബാഹുൽ അലാമിൽ ഒരുപാട് വജ് പറഞ്ഞിട്ടുണ്ട്. ഇത് 33 പറയുന്നുള്ളൂ. അൽ ഇൽമു ജഹറുസുക്ക, ഇൽമ് നിന്നെ കാക്കും. വാന്ത തഹറുസുൽ മാല, ഇൽമിനെ നീ കാക്കേണ്ടി വരും. മാല് വാനൽ വാന്ത തഹറുസുൽ മാല. ഒരു വ്യത്യാസം. അൽ ഇൽമു യുക്സിബുൽ ആലിമ, ആലിമിന് എന്താക്കും? സമ്പാദിച്ചു കൊടുക്കും. അത്വാഅത ഫീ ഹയാത്തിഹി, അവൻ്റെ ഹയാത്ത് കാലത്ത് അവൻ അനുസരിക്കുന്ന കുറേ ആളുണ്ടാവും. ഒരു മാതൃകയാക്കിയിട്ടേ. വ ജമീലൽ ഹുദൂസതി ബഅദ വഫാത്തിന് ശേഷം നല്ല സൽപ്പേരും ഉണ്ടാക്കും. ഓരോ മനാക്കിമും അതെല്ലാം പറഞ്ഞുകൊണ്ടിട്ട് ഉണ്ടാക്കും. അതേസമയം സനീഉൽ മാലി, മാല് കൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും യസൂലു ബി സവാലിഹി, മാല് തീർന്നപ്പോൾ അത് പോയി. വൽ ഇൽമു ഹാക്കിമാണ്, വൽ മാലു മഹക്കൂമുൻ അലൈഹിയാണ്. അപ്പം ചില്ലറ വ്യത്യാസമേ പറഞ്ഞുള്ളൂ. കുറേ വ്യത്യാസം ചോദിക്കുന്തോറും എന്നില്ല, എത്ര ചോദിച്ചാൽ അത്രത്തോളം പറയുമെന്നുണ്ട് മിസ്ബാഹുൽ അലാമി ഞാൻ മോദിനുണ്ട്. ഇനി യാ കുമൈലു ഹലക ഖുസാനുൽ അംവാലി വഹും നഹിയാൽ, സമ്പത്ത് ഖാസനാക്കി വെച്ചില്ലേ, നിധിയാക്കി വെച്ച അക്കൂട്ടർ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലും ഒരു ഹലാക്കാണ്. ജീവിച്ചിരുന്നോണ്ട് വലിയ നേട്ടമൊന്നുമില്ല.
വൽ ഉലമാഉ ബാഖുൻ, ഉലമാ ആണെങ്കിലോ ബാക്കിയാണ്. മാ ബഖിയ ദഹ്റു, കാലം എത്ര നീണ്ടാലും ശരി. ഇപ്പോൾ നബിമാമക്ക് ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? മുഅ്മിനീങ്ങളുടെ നാവിലുണ്ട്, കൽബിലുണ്ട്. ഖസാലി ഇമാം ജീവിച്ചിരിപ്പുണ്ട്, സാരാനി ഇമാം ജീവിച്ചിരിപ്പുണ്ട്. കാലത്തിൽ കഴിഞ്ഞോട്ടെ, 1000 കൊല്ലം കഴിഞ്ഞോട്ടെ. അബ്ദുൽ ഖാദർ ജീലാനി അങ്ങനെയുണ്ട്, 1000 കൊല്ലം. ഇതിനെന്തെങ്കിലും വേറെ ശേഖരിച്ചിന് കുറവുണ്ടാകും. അയ്യാനുഹും മഫ്കൂദത്തുൻ, അവരെ തടി ഇപ്പം കാണാനുണ്ടാവില്ല മകറ. പക്ഷെ വംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദത്തുൻ, അവരുടെ മസലുകൾ കൽബിൽ മൗജൂദാണ്. അത് മനസ്സിലാകുന്നില്ല. ഇന്ന ഹാഹുന ഇല്ല ഇൽമൻ, എന്താ മൂപ്പർ നെഞ്ഞ് തോണ്ടിയിട്ടാണ് പറയുന്നത്. എന്താ ഇവിടെ കുറേ ഇൽമുണ്ട്, പക്ഷേ ഇത് വിളമ്പി കൊടുക്കാൻ പറ്റിയ പാത്രം കിട്ടിയെങ്കിൽ എന്ന് അക്കാലത്താണ് പറയുന്നത്. ഇന്ന ഹാഹുന ല ഇൽമൻ ജമ്മൻ എന്ന് പറഞ്ഞ ഒരുപാട് ഇൽമ്. വാഷാറയില്ല സദരി, സദറിലേക്ക് ചൂണ്ടിട്ടു. എന്നിട്ട് ലൗ അസബത്തു ലഹു ഹമലത്തൻ, അത് വഹിക്കാൻ പറ്റുന്ന ആളെ എനിക്ക് കിട്ടിയ തിരക്കടില്ലായിരുന്നു. അപ്പോൾ ഓർക്ക് അനുയോജ്യമായ ആളുകളെ കിട്ടാത്തത്. ഇന്ന് പറഞ്ഞ ശേഖന്മാരില്ലാന്ന് ഞമ്മ മുരീതുണ്ട്. അടുത്ത കാലത്ത് വരെ ഫാസിമ പറഞ്ഞ എന്താന്ന്, നമ്മുടെ തെജാറുണ്ട്, നമുക്ക് പറ്റിയ മുരീതന്മാർ വന്നിട്ടില്ല. ബല അസബത്ത ലഖനൻ ഗൈറ മഅമൂനിൻ അലൈഹി. ലഖനൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കേൾക്കാവുന്ന ആള്, ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അതിന് തൽക്കീൻ. ലക്കനയിൽ നിന്നല്ലേ തൽക്കീൻ പിടിച്ചത്, അതിൻ്റെ ലക്കനയല്ലേ. ഒരു കാര്യം ചൊല്ലിക്കൊടുക്കുക, അതിന് പറ്റുന്ന ഒരാളെ കിട്ടി, പക്ഷേ അതിന് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ. മുസ്താമിനൻ ആലത്ത ദീനി, ദീനിൻ്റെ ആലാത്തിന് ഉപയോഗിക്കും ലിദ്ദുന്യാക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തന്നെ ഖിയാനത്ത് വന്നുപോയി. മുസ്തൽഹിറൻ ബിനിഅമില്ലാഹി, അള്ളാഹുവിൻ്റെ നിഅമത്ത് ഉപയോഗിച്ചിട്ട് അയാൾ മുസ്തൽഹിർ എന്ന് വെച്ചാൽ കരകവിയും അല ഇബാദ്, ഇബാദിൻ്റെ മേലെ. ഇബാദിനെ ആക്രമിക്കാനും അവരെ ബുദ്ധിമുട്ടാക്കാനും ആയിരിക്കും അള്ളാഹിൻ്റെ നിഅമത്ത് ഉപയോഗപ്പെടുത്തുന്നു. വബി ഹുജജിഹി, അള്ളാഹുവിൻ്റെ ഹുജ്ജത്തുകളെ കൊണ്ടെന്താക്കും മുസ്തൽഹിറാകും അല ഔലിയാക്കൾക്കെതിരെ. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, ചൊല്ലിക്കൊടുക്കാൻ പറ്റിയ ഒരു ലഖനാണെങ്കിലും അമാനത്തില്ലാതെ പോയി, ദുരുപയോഗം ചെയ്ത്. അല്ലെങ്കിലോ ആ മുൻകാദല്ലി ഹമനത്തിൽ ഹക്കി, എന്തിൻ്റെ ബാക്കി ലഖീന് ഗൈറു മഅമൂനായ ലഖീനെ കിട്ടിയത്. അല്ലെങ്കിലോ ആ മുൻകാദല്ലി ഹമനത്തിൽ ഹക്കി, ഹക്കിൻ്റെ വാഹകന്മാർക്ക് കീഴ്പ്പെടുന്ന ഒരാളെ കിട്ടി. ലാ ബസീറത്ത് ഫീ ഹിയാഇ, പക്ഷെ ഓനെ ഹയാത്താക്കുന്നതിൽ ബസീറത്തില്ല. ചുരുക്കത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത വരും. ആദ്യത്തത് കുറച്ച് ബുദ്ധിജീവിയാണ്, പക്ഷെ അമാനത്തില്ല, ദുരുപയോഗപ്പെടുത്തും. രണ്ടാമത്തതോ ഹക്ക് പറഞ്ഞെടുത്താലെല്ലാം സ്വീകരിക്കും. ലാ ബസീറത്ത്, അതാ യൻഖദിഹു ശക്കു ഫീ ഖൽബിഹി, അവൻ്റെ കൽബിൽ ശക്കിങ്ങനെ മുളച്ചു വരും. അപ്പോൾ ലിയവ്വരി ആലിൻ, എന്തെങ്കിലും ഒരു ശുബഹത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കാലം പറഞ്ഞ എല്ലാം തട്ടിപ്പൊളിഞ്ഞു. കുറേ കൊല്ലം പഠിച്ചെല്ലാം പോയി, ഒരു ഇഷ്കാരം കിട്ടുകൊടുത്താൽ മതി. മനസ്സിലായി ഞാൻ അലാ ലാദാ വലാദാക്ക. അപ്പോൾ ഒന്നാമത് പറഞ്ഞാൽ ലഖനു ഗൈറ മഅമൂനി പറ്റൂല. ഈ പറഞ്ഞ മുൻകാദുൽ ഹമലത്തിൽ ഹക്കാണ്, അയാൾക്കൊരു ഗുണമുണ്ട്, പക്ഷേ അത് ബസീറത്തില്ല. വലാദാക്ക എന്ന് പറയുമ്പോൾ അടുത്തുള്ളത്. അപ്പോൾ ലഫ്നസർ ഗൈറ മുറത്തബായിരിക്കും അത്, അല്ലേ ബഷീർ സാറേ? വയസ്സ് കേട്ടില്ല. അസബത്ത ലഖിനൻ ഗൈറ മഅമൂൻ എന്ന് പറഞ്ഞതല്ലേ ദാക്ക. ഇവിടുന്ന് പറയുമ്പോൾ ദാക്ക അതല്ലേ. ഇനി മൂന്നാമത്തെ ആളെ കിട്ടി. എങ്ങനെ? ഔ മൻഹൂമൻ ബിൽ ലദ്ദത്തി, ദുന്യാവിൻ്റെ എല്ലാ ലദ്ദത്ത് കൊണ്ടും പൂണ്ട് പിടിച്ചൊരാൾ. സലിസൽ ഖിയാദിൽ ഷഹവാത്ത്, ഷഹവാത്തിന് ഇനങ്ങൾ വന്നാൽ അതേകം വലിഞ്ഞു വരും. അല്ല തിന്നാനുണ്ട് കുടിക്കാനുണ്ടെന്നെല്ലാം കണ്ടാൽ. ആ മുഹറമൻ ബിൽ ജംഇ വൽ ഇദ്ഖാർ, അപ്പം കിട്ടിയാളെ പറയുന്നത്. ഇനി ഒരു ഹമലത്തിന് കിട്ടുന്നില്ല, കിട്ടിയാൽ കിട്ടുന്നില്ലേ പറയുന്നത്. ഒന്നേക്കിൽ ലഖനൻ ഗൈറ മഅമൂനിൻ അലൈഹി കിട്ടി, അല്ലെങ്കിൽ മുൻകാദല്ലി ഹമലത്തിൽ ഹക്ക് കിട്ടി, പക്ഷേ കുഴപ്പം എന്താണെന്നില്ല, ആ ബസീറത്താണ്. ആ മൻഹൂമൻ ബിൽ ലദ്ദത്തി സലിസൽ ഖിയാദത്തിൽ ഇശ്ശഹവത്താണ് മൂന്നാമതായത്.
നാലാമത്തതാണ് ഇത് ഔ മുഗറമം ബിൽ ജംഇ വൽ ഇദ്ഖാർ, ഒരുമിച്ച് കൂട്ടലും കെട്ടി സൂക്ഷിക്കലും. അപ്പോൾ മഖീൽ തരം ലൈസ മിൻ റുആത്തി ദീനി ഫീ ഷൈഇൻ, ദീനിൻ്റെ നേതാക്കന്മാരിൽ അത് ഒരു ഷൈഉം അല്ല. റായിൻ്റെ ജമ്മാണ് ഇത് റുആത്ത്, ഖാലി ഖുലാത്ത് എന്ന് പറയും പോലെ ദീനിൻ്റെ സംരക്ഷകന്മാരിൽ ഇവിടെ ആരെയും പറ്റൂല എന്ന് പറയും. 4 കുട്ടികളെ ഇപ്പം കണ്ടത് മുമ്പ് 4 ന്യൂനതയുണ്ട്. ഒന്നേതാ ലക്കിനൻ ഗൈറ മാമൂനിൻ അലി, അവനെ വിശ്വസിക്കാൻ കൊള്ളുന്നില്ല, ഖിയാനത്തുണ്ട്. രണ്ടാമത്തേതോ ഹക്കിന് വാഹകന്മാർക്കെല്ലാം ബൈപ്പെടും, പക്ഷെ ബസീറത്തില്ല, ചെറിയൊരു ഇഷ്കാലുണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം വിളിച്ചു ചാടും. കണ്ടയില്ലേ? മൂന്നാമത്തേതാ ഷഹവാത്തിൻ്റെ വിഷയങ്ങൾ വന്നാൽ എന്തായി ഒതുങ്ങിപ്പോകുന്ന ആളായി. അല്ലെങ്കിലോ ഉള്ളതെല്ലാം ദുന്യാവിൻ്റെ സമ്പത്ത് ഇങ്ങനെ സൂക്ഷിക്കണം, നിധിയാക്കി വെച്ചിട്ട് ഒരു പണക്കാരനായി നടക്കുക. ഈ 4 കൂട്ടരും കൊള്ളൂല എന്ന് പറയുന്നത്. അഖറബു ഷൈഇൻ ശബഹൻ ബിഹിമ, ഈ 2 കൂട്ടക്കാരോടും ഉപമിക്കാൻ പറ്റിയ ശബഹൻ തന്നല്ലൻ ആ മുസായിമ, നമ്മളെ മറ്റത് മേഞ്ഞ് നടക്കുന്ന 4 കാല് മൃഗങ്ങളാണ് അവർക്ക് പറ്റിയ ഉദാഹരണം. കദാലിക യമൂത്തുൽ ഇൽമു ബിമൗത്തി ഹാമിലീൻ, ഇൽമിനെ വഹിച്ച ഹാമിലീങ്ങളുണ്ടല്ലോ, അവർ മരിക്കലോടുകൂടി ഇൽമു മൗത്തായി പോയല്ലോ. ഇത് പകരം കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ല. ഇത് അലിയാർദങ്ങളായി പറയുന്ന ഏത് കാലം നോക്ക്. എന്നാലും പറയുന്ന അള്ളാഹു താല അങ്ങനെ ഭൂമിയിൽ അങ്ങോട്ട് ഒഴിവാക്കുമോ? ആരെങ്കിലും ഉണ്ടാകും. അല്ലാഹുമ്മ ബലാ ലാ തഖ്ലുൽ അർളു മിൻ ഖായിമിൻ ലില്ലാഹി ബിഹുജ്ജ, അള്ളാഹുവിന് വേണ്ടി ഹുജ്ജത്തോടു കൂടി നിലനിൽക്കുന്ന ആരെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല, ഭൂമി ഒയ്യൂല, നമുക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇമ്മ ലാഹിറൻ മഷഹൂറൻ, ഒന്നെങ്കിൽ മഷഹൂറായ ലാഹിറായ ആളായിരിക്കും, നബി ഇമാമ്, റാഫി ഇമാമ്, അങ്ങനെ പോലത്തെ അബ്ദുൽ ഖാദർ ജീലാനി, അബുൽ ഹസൻ ഷാദിലി, ലാഹിർ മഷഹൂറല്ലേ. ഔ ഹാമിലൻ ഔ ഹാമിലൻ മസ്തൂറൻ, അല്ലെങ്കിലോ എവിടെയോ മറഞ്ഞു കിടക്കുന്ന പ്രസിദ്ധിയില്ലാത്ത ആൾ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതെന്തിനാ? ലിഅല്ല തബ്തുല ഹുജജുല്ലാഹി വബയ്യിനാതുഹു, അള്ളാഹുവിൻ്റെ ഹുജ്ജത്തുകളും ബയ്യിനാത്തും ബാത്തിലായി പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു എന്താക്കി? അതല്ലേ ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിദീന അലൽ ഹഖ്, ഹക്കിന് നമ്മൾ നിലനിൽക്കുന്നത് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞത്. പിന്നുണ്ടാകുന്ന സംഘടനയാണെന്നാണ് ഇപ്പോൾ അവർ വ്യാഖ്യാനം കൊടുക്കല്ലേ. അങ്ങനെ നബി തങ്ങൾ ഹദീസിലില്ല, അവത്ത് കാണുന്നുമില്ല. അപ്പം എവിടെയെങ്കിലും ഒന്നെങ്കിൽ പ്രസിദ്ധനായ ഒരാളുണ്ടാകും, അല്ലെങ്കിലോ മറിഞ്ഞു കിടക്കുന്ന ആ പ്രസിദ്ധി ഇല്ലാത്ത ആളുകളുണ്ടാകും, അല്ലെങ്കിൽ അല്ലാണ്ട് ഇത് നഷ്ടപ്പെടുമല്ലോ. വക്കംബ വായിന, പക്ഷെ എത്ര പേരുണ്ട്, എവിടെയുണ്ട്? ഇതാണ് ഉലായിക്ക വല്ലാഹില്ല കല്ലൂന അദദൻ, അതതിനാൽ അവർ വളരെ ന്യൂനപക്ഷമാണ്. അൽ അലമൂന ഖദറൻ, ഖദറിനാലോ അവരേറ്റവും ഉന്നതന്മാരുമാണ്. യഹ്ഫദുല്ലാഹു ബിഹിം ഹുജജഹു വബയ്യിനാതിഹി, കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മുഖേന അവൻ്റെ ഹുജ്ജത്തുകളും അവൻ്റെ ബയ്യിനാത്തും കാത്തു സൂക്ഷിക്കും. അതാണ് നമ്മളെ അയിമത്തുകൾ, ഔലിയാക്കൾ. അവരതിൽ മുജ്തഹിദ് ഇങ്ങനെ ഉണ്ടാകും, മറ്റു മുജ്തഹിദ് പിന്നെ തഖ്ലീദ് ചെയ്ത് ജീവിക്കുന്ന ആളുണ്ടാവും. അതെന്തിനാ? ഹത്താ യൂദിഉഹാ നുളറാഅഹു, അവർക്ക് തുല്യമായ ആളുകൾക്ക് എന്താക്കും? അവർ അത് നിക്ഷേപിച്ചു കൊടുക്കും. വയസ്റഊന ഫീ ഖുലൂബി അശ്ബാഹിഹിം, അവർക്ക് തുല്യമായ ആളുടെ കൽബിൽ എന്താക്കും? അത് ഭിത്തി ബതക്കും. അപ്പോൾ ഹജമ ബിഹിമുൽ ഇൽമു അലാ ഹഖീഖത്തിൽ ബസീറ, ബസീറത്തിൻ്റെ ഹഖീഖത്തോടുകൂടി തന്നെ ഇൽമെന്തായി? അവരിലേക്ക് ചാടി വന്നു എന്ന് പറഞ്ഞാൽ ഇൽമ് കൂട്ടം കൂട്ടമായിട്ട് അവരിലേക്ക് വന്നു. വബാശറു റൂഹൽ യഖീൻ, ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവലേക്കളെ പറ്റിയാ പറയുന്നു. യഖീനിൻ്റെ ആ തനിമ, യഖീൻ എന്ന് പറഞ്ഞത് ഐനും ഹക്കും, ഇൽമും ഐനും ഹക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ തനിമൻ അവർ മുബാശറത്ത് ചെയ്തു. വസ്തലാനു മസ്തഅറഹുൽ മുത്രഫൂൻ, ദുന്യാവിൽ ആഡംബരപ്രിയരായ ആളുകൾക്ക് പ്രയാസമാണെന്ന് തോന്നുന്നത് ഇവർക്ക് വളരെ ലയ്യനാണ്. കണ്ടില്ല? ദുന്യാവിൻ്റെ ആഡംബരപ്രിയർക്ക് ഭാരമായി തോന്നും, പക്ഷെ ഇവർക്കത് എളുപ്പമാണ്. ജാഹിലീങ്ങൾക്ക് വഹശത്തുണ്ടാകുന്ന കാര്യം ഇവർക്ക് ഈനാസുവാണ്.
ജാഹലീങ്ങൾക്ക് ബായി പക്ഷം കൊണ്ടാണ്ടിക്കാൻ കഴിയൂല, ആളില്ലാത്ത സ്ഥലം പറ്റൂല, വശത്താണ്. പക്ഷെ ഇവർക്ക് ഈനാസാണ്. വസഹിബിദ്ദുന്യാബിഅബ്ദാനിഹിം, അവരെ ബദന് കൊണ്ട് മാത്രമാണ് ദുന്യാവിനോടുള്ള സുഹബത്ത്. അർവാഹുഹ മുഅല്ലഖത്തും ബിൽ മഹല്ലിൽ അഅല, അവരുടെ റൂഹകളാണെങ്കിലോ മഹല്ലുൽ അഅലയിലാണ് ബന്ധം. അതാരാന്നത്? ഉലൈക ഖുലഫാഉല്ലാഹി ഫീ അർളിഹി, അവരാണ് അള്ളാഹുവിൻ്റെ ഖലീഫന്മാർ അവൻ്റെ ഭൂമിയിൽ ഖലീഫനാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നല്ല മലായിക്കത്തിനോട് പറഞ്ഞത്. അവരാണ് ഖലീഫ. വദ്ദുആതു ഇലാ ദീനിഹി, അവൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവരുമാണ് അവർ. എന്നിട്ട് പറയുന്നു ശൗഖൻ ഇലാ റുയതിഹിം, അവരെ കാണാനുള്ള കൊതി കൊണ്ട് മൂപ്പർ പറഞ്ഞു, ഓരേടെ ഉണ്ട്, എത്ര പേരാ ഉണ്ടാകല്. അഖ്റജ അബൂ നഈം ഫീ ഹില്യത്തുൽ ഔലിയാ, അബൂ താഹിർ മഖ്ദസി തദ്കിറത്തുൽ ഹുഫാദ്, പിന്നെ അൽ ഖൗലിൽ അതാ. അപ്പോൾ അവരേക്കണം അദ്ദേഹം കുറേ പറഞ്ഞു. വഖറജ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു അൻ ഉഖബത ബിൻ അബി സഹ്ബാ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല, ഓർ പറയുന്നു, ലമ്മ ലറബ ഇബ്നു മുൽജിം അലിയൻ റളിയല്ലാഹു അൻഹു. ഇബ്നു മുൽജിം ആരാന്ന്? മറ്റേ ഖവാരിജാണ്, തറയിട്ടൊന്നും ചെല്ലക്കണ്ട. അലി റളിയല്ലാഹു അൻഹു കൊന്ന മനുഷ്യനാണ്. അയാൾ കൊത്തി ആരാ? അലിയാർ തങ്ങളെ. അങ്ങനെ മൂപ്പർ രോഗിയായി ആയല്ലോ, നെറ്റിക്ക കൊത്തിയത്. ദഖല അലൈഹിൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു മകനാണല്ലോ, മകൻ അവിടെ ചെന്ന് ബഹുബാക്കി കരഞ്ഞുകൊണ്ട് വന്ന്. ഫഖാല ലഹു, അലിയാർ തങ്ങൾ എന്താക്കി? മകൻ ഹസനിനോട് വസീയത്ത് പറയുന്നു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇഹ്ഫദ് അന്നി അർബഅൻ വഅർബഅൻ, ഒരു 4 കാര്യം പിന്നൊരു 4 കാര്യം, ഇത് നീ പഠിച്ചു വെക്കണമെന്ന്. അപ്പൊ ടോട്ടൽ 8 കാര്യം. കാല, മകൻ ചോദിച്ചു, വമാ ഹുന്ന യാ അബത്തി, ഉപ്പ എന്തൊക്കെയാണ് ആ 4 കാര്യം? കാല അഗ്നൽ ഗിനാ അൽ അഖ്ലു, ഗിനാന്റെ കൂട്ടത്തിൽ ഏറ്റവും ഗിന എന്ന് പറഞ്ഞ സമ്പത്ത് ഏതാണ്? അഖലാണ് എന്ന് പറഞ്ഞു. പൈസ കൊണ്ടല്ല ഗിന ഉണ്ടാകുന്നത്, അഖലാണ്. 2 വഅക്ബറുൽ ഫഖരി, ഫഖറിന്റെ കൂട്ടത്തിൽ, ദാരിദ്ര്യത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലുത് അൽ ഹമുക്കു, ഹമാക്കത്താണ്, ബുദ്ധിശൂന്യത. ഹംക്ക് എന്ന് പറയില്ലേ. 2 വൗഹശത്തുൽ വഹശത്തി അൽ ഉജുബു, വഹശത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വഹശത്തുണ്ടാക്കുന്നത് ഏതാണ്? ഉജുബ്, അവനവനുള്ള പോരിശൈലി, ഇവൻ ഊറ്റം കൊള്ളലി. വാക്കിറമുൽ കറമി ഹുസ്നുൽ ഖുലുഖി, കറമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കറം ഏതാണ്? സൽസ്വഭാവമാണ്. അപ്പൊ 4 കാല, അപ്പൊ മകൻ പറഞ്ഞു, ഫൽ അർബഉൽ ഹുറി, ഇനിയും 4 ബാക്കിയുണ്ടല്ല അല്ലേ? കാല ഇയ്യാക വ മുസാഹബത്തൽ അഹ്മക്കി, നീ സൂക്ഷിക്കണം, അഹമ്മക്കിനോട് സുഹബത്ത് കെട്ടാൻ പാടില്ല. എന്തുകൊണ്ട്? ഫഇന്നഹു യുരീദു അൻ യൻഫഅക ഫയദുറുക, നിനക്ക് ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതിൽ ഉപദ്രവമായിരിക്കും. ഒന്നില്ലേ? വയ്യാക മുസാദഖത്തൽ കല്ലാബ്, കള്ളന്മാരെ, കളവ് പറയുന്ന കൂട്ടരോടുള്ള സുഹബത്ത് വേണ്ട. അതുകൊണ്ട് ഫഇന്നഹു യുകദ്ദിബു അലൈക്കൽ ബഈദ വയുബഇദു അൻകൽ ഖരീബ്, അവൻ്റെ കളവിൻ്റെ സാമർത്ഥ്യം കൊണ്ട് എന്താക്കും? ബഈദിനെ ഖരീബാക്കും, ഖരീബിനെ ബഈദാക്കും എന്ന് പറഞ്ഞു. വാക്കുകൊണ്ടുള്ള കസർത്താണത്. അതുകൊണ്ട് ഹക്കിനെ ബാത്തിലാക്കാനും ബാത്തിനെ ഹക്കാക്കാനും കളവ് കൊണ്ട് പലതും സാധിക്കുമല്ലോ. വയ്യാക മുസാദഖത്തൽ ഫാജിർ, കുറ്റവാളികളോട് നീ സുഹബത്ത് കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതല്ല 3-മത്തെ ഫഇന്നഹു യബിയുക ബിത്താഫിഹി, താഫിഹി എന്ന് പറഞ്ഞാൽ ചില്ലറ കാശിൻ്റെ ഉണ്ട് നിന്റെ വിറ്റ് കളയും. ഓനിക്ക് എന്തെങ്കിലും 10 പൈസ കിട്ടുന്നുണ്ടാലേ നിന്റെ വിറ്റ് കളയുന്ന പറഞ്ഞു. ഇൻതഹ, അപ്പം 4 വട്ടമില്ലേ? നക്കലഹുൽ ഇമാമു സുയൂത്തി റഹ്മഹുല്ലാഹ് ഫീ താരീഖിൽ ഖുലഫാ. ഒന്നുകൊണ്ട് നോക്കിയിട്ട് അഹ്മക്ക്, കല്ലാബ്, ഫാജിർ. അപ്പം 4 വന്നിട്ടില്ല അല്ലേ? എന്തായിരുന്നു? ഇപ്പം നമുക്ക് ഇബാറത്തിന് അത്രയേ ഉള്ളൂ.
വമിൻ വസയ്യത്തിഹി റളിയല്ലാഹു അൻഹു ലി വലദൈഹിൽ ഹസനൈനി. ഹസനൈനി ആരാണ്? ഹസൻ വൽ ഹുസൈൻ, രണ്ടാളെയും കൂടി ജമ്മാക്കുമ്പോൾ എന്താക്കും? ഹസനൈനി എന്ന് പറയും. ഖാല, രണ്ട് മക്കളോടും പറഞ്ഞു, ഊസീകുമാ ബി തഖ്വല്ലാഹ്, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യൽ കൊണ്ട് ഞാൻ വസിയത്ത് പറയുന്നു രണ്ടാളോടും. വലാ തബഗുദ് ദുനിയാ, ദുന്യാവിനോട് നിങ്ങൾ എന്താക്കണ്ട, ആഗ്രഹിക്കുക വേണ്ട. ഫൈൻ ബഗത്ത് കുമാ, ദുന്യാവ് നിങ്ങളെ ഇങ്ങോട്ട് ആഗ്രഹിച്ചാൽ അങ്ങോട്ട് സ്നേഹം പഠിപ്പിക്കുക വേണ്ട. ദുന്യാവ് ചിലപ്പോൾ നിന്നിലേക്ക് സ്നേഹിച്ചിട്ട് വരും, എന്നാലും കൊടുക്കണ്ട. ഇനി വലാ തബ്കിയ അലാ ഷൈഇൻ സുവിയ മിൻഹ അൻകുമാ, നിങ്ങൾ കരയാൻ പാടില്ല, അത് ദുഃഖിക്കണ്ട. എന്തിന്? ദുന്യാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതെ ചുരുട്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളെ തൊട്ട് ചുരുട്ടി വെക്കപ്പെട്ട് തരൂലെന്ന് വെച്ച്, എന്നാൽ അതിനുവേണ്ടി കരയാൻ നിൽക്കണ്ട. ഖൂലൽ ഹക്ക്, രണ്ടാളും ഹക്ക് പറഞ്ഞു കൊള്ളണം. വർഹമൽ യതീം, രണ്ടാളും യതീമിനോട് കരുണം കാട്ടണം. വഅഗ്നിയൽ ലഈഫ, ലഈഫിനെ നിങ്ങൾ ഹിനയാക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പടപോലെ കൊടുത്തോളണം. വസ്നഅ ലിൽ ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കണം. വകൂനാ ലിൽളാലിമി ഖസ്മൻ, ളാലിമിന് എതിര് കക്ഷിയാണ് നിങ്ങൾ. വലിൽ മദ്ലൂമി അൻസാറ, മദ്ലൂമിനോ അൻസാരികളുമാകണം. വഅമല ബിമാ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിലുള്ള കാര്യങ്ങളെ കൊണ്ട് രണ്ടാളും അമൽ ചെയ്യണം. വലാ തഖുദുകുമാ ഫില്ലാഹി ലൗമത്തു ലായിം, എന്താ? അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ആക്ഷേപകന്മാർ ആക്ഷേപം പഠിക്കേ വേണ്ട എന്ന് പറഞ്ഞാൽ അത് കണക്കൂട്ടിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വേണ്ട. കൈതന വാങ്ങിയ കഥ പറഞ്ഞില്ലേ? എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുന്ന ആളുണ്ടാവും. ഇത് ദക്കറഹ ഫീ ഖിദിൽ യവാഖീത്തുൽ ജൗഹരിയ്യ, അത് കിതാബിൻ്റെ പേര്, നമ്മൾ ഇവിടെയുള്ള കിതാബിൻ്റെ. عن ابن عباس رضي الله عنهما قال من تفعت بكلام أحد بعد كلام رسول الله صلى الله عليه وسلم. ابن عباس തങ്ങളാ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമിന് ശേഷം മറ്റൊരാളുടെ കലാം കൊണ്ട് എനിക്ക് ഉപകാരത്തിലെത്തിയത് കന്തിഫായി ബി കിതാബിൻ കതബഹു ഇലയ്യ അലി ബിൻ അബി താലിബ് തങ്ങൾ എനിക്കൊരു കത്തയച്ചിരുന്നു. ആ കത്ത് കൊണ്ടാണ് ഏറ്റവും ഉപകാരം കിട്ടിയത്. തങ്ങളുടെ ഹദീസ് കഴിഞ്ഞാൽ പിന്നെ അലിയാർ തങ്ങൾ ഈ കൗലാന്ന് ഫൈനഹു കതബയിലയ്യ, ആർക്ക്? ഇബ്നു അബ്ബാസ് തങ്ങൾക്ക്. അമ്മാ ബഅദു ഫഇന്നൽ മർഅ ജസൂഉഹു ഫൗതു മാ ലം യകുൻ ലിയുദ്രികഹു, ഒരു മനുഷ്യന് കിട്ടാത്ത കാര്യം എന്തായി? കിട്ടാതെ നഷ്ടപ്പെട്ടു പോയി. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ദുഃഖിക്കും മനുഷ്യൻ. അത് കിട്ടിയില്ലല്ലോ. കിട്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട്. വയസുറുഹു ഇദ്റാഖു മാലം യകുൻ ലിയഫുത, നഷ്ടപ്പെട്ടു പോവാത്ത ഒരു കാര്യത്തിന് ഇദ്റാഖുവാനെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. കിട്ടിയാൽ എന്താണ്? നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഫൽ യകുൻ സുറൂറുക, അതാണ് മനുഷ്യന്മാരുടെ പൊതു സ്വഭാവം. പക്ഷേ നിന്റെ സന്തോഷമാവട്ടെ ബിമാ നിൽത മിൻ ആഖിറതിക്, നിന്റെ ആഖിറത്തിനാൽ കിട്ടിയ ഒന്ന് കൊണ്ട് നീ സന്തോഷിച്ചോ. വൽ യകുൻ അസഫുക അലാ മാ ഫാത മിൻഹ, ആഖിറത്തിനാൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിലും ദുഃഖിച്ചോ. അപ്പോൾ സാധാരണ മനുഷ്യന്മാരുടെ നിന്ന് മാറ്റം പറ്റി. വമാ നിൽത മിൻ ദുന്യാക, ദുന്യാവിൽ നിന്ന് വല്ലതും കിട്ടിയാൽ ഫലാ തുക്സിറന്ന ബിഹി ഫറഹൻ, അതിനെ സന്തോഷത്തിനെ വർദ്ധിപ്പിക്കുകയേ വേണ്ട. ദുന്യാവ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. വമാ ഫാതക മിൻഹ, അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടോ ഫലാ തഗ്സ അലൈഹി ഹസന, ദുഃഖത്തിനാൽ നീ മനക്ലേശം ഉണ്ടാക്കി തീർക്കുകയും വേണ്ട. വൽയകുൻ ഹമ്മുക ഫീമാ ബഅദൽ മൗത്ത്, നിന്റെ മനസ്സിൻ്റെ ലക്ഷ്യം കംപ്ലീറ്റ് എപ്പോഴും വിചാരം ബഅദൽ മൗത്തിലേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സിഫത്ത് സഫവ എന്ന ഇതാണ്. അപ്പോൾ ഷാറാനി ഇമാമിൻ്റെതായിരിക്കും മുഖ്തസർ എന്നാണ്. സിഫത്തു സഫയിലേക്ക് എല്ലാം അടങ്ങണ്ടി. സിഫത്തു സഫ ജൗസിൻ്റെ കിതാബാണ്. അതിൻ്റെ അസലെന്താണ്? അബൂ നഈം ഇസ്ഫഹാനിൻ്റെ 11-12 വോള്യം വരുന്ന ഹില്യത്തുൽ ഔലിയ ഇഖ്തിസാർ ചെയ്തിട്ടാണ് സിഫത്തു സഫാക്കി ഇവിടെ കാണാം 4 ജുസിലേക്ക്. അത് ഇഖ്തിസാറാക്കുമ്പോൾ മൂപ്പർ കുറേ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, ഹദീസിൻ്റെ ആവർത്തനങ്ങൾ ഒഴിവാക്കി. കുറേ ഹദീസ് വന്ന ഏറ്റവും പ്രബലമായതും ഏറ്റവും ജാമ്യമായ ഹദീസ് കൊണ്ട് ചുരുക്കി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. ഇതുപോലെ മുഹറർ കൊണ്ടപ്പോൾ ഒരു മിൻഹാജാക്കിയില്ലേ ഇമാമ്,
എന്നതുപോലെ അപ്പൊ സിഫത്തു സഫുവ പകുതി കണ്ട് ചുരുക്കിയെങ്കിലും ഏത് ഹിൽജത്തിനെ അതിൽ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് മുപ്പത് അതെന്ന് മുഖദ്ദിമയിൽ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ചെയ്തത്, ഈ ഹിൽജത്ത് ഉണ്ടാക്കുന്ന മുസന്നിഫ് അബൂ നുഐം ദലായിലുൻ നുബുവ്വത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പറഞ്ഞിട്ടില്ല. ഇതിൽ സിഫത്തു സഫുവയിൽ അപ്പം പറഞ്ഞ ഔലിയാക്കളെയും സഹാബത്തിനൊക്കെ ചരിത്രം പറയുമ്പോൾ നബിതങ്ങളെ പറഞ്ഞാൽ ഒരു അതപകേടായിന്ന് വെച്ച് നബിതങ്ങൾക്ക് പ്രത്യേക ഒരു ചർച്ച മുമ്പ് വെച്ചുകൊട്ടി കൊടുത്തു. പക്ഷെ മറ്റൊരു ഒഴിവാക്കിയതല്ല. മറ്റേ ദലാലുൻ നുബുവ്വത്ത് ഉണ്ടാക്കിയല്ലോ 2 കൊള്ളിയോ, അതുകൊണ്ട് മതിയാക്കി. സിഫത്തു സഫുവ അമ്മ നടക്കുന്ന ബാക്കിന് നല്ലതാണ്. ഞാൻ കുറേ നോക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സിഫത്തു സഫുവ ഇഖ്തിസാറാക്കിയത് എന്നാണ് നാഹിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇഷാദാനെ താലൂക്കത്തേക്ക് മുഖ്തസറിലേക്ക് തിരിഞ്ഞ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലീ അബി, എൻ്റെ ബാപ്പ അബ്ബാസ് തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നി അറ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഞാൻ കാണുന്നു. ആര്? അബ്ബാസ് തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു. ഖദ് ഇഖ്തസക ദൂന മൻ തറാ മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളും മുഹാജിരീങ്ങളുമായ ഒരുപാട് സഹാബത്തുണ്ടല്ലോ, ആ കൂട്ടം നീ കാണുന്നവരേക്കാൾ നിനക്കൊരു പ്രത്യേക സ്ഥാനം ആര് നൽകിയിട്ടുണ്ട്? ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ്. എന്നിട്ടാണല്ലോ അസ്ഹാബിമാരെ വക്കുന്ന ഇതിന് ചെറിയൊരു വൈമനസ്സ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വെച്ചത്. ഇദാ ജാ നസ്റുല്ലാഹി പരീക്ഷയ്ക്ക് വെച്ച്. അന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയെന്ന് എല്ലാവരും ഓരോന്ന് പറഞ്ഞ്, എന്താ അബ്ബാസ് തങ്ങളുടെ മോനെ, അമ്മിൻ്റെ മോനെ, അന്ന് എന്താ പറയാത്ത മൂപ്പറം കണ്ട വ്യാഖ്യാനിച്ചു കൊടുത്തല്ല. ഇതുപോലത്തെ ഇൽമിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രായത്താത്ത ആളെ ചേർത്തതെന്ന് പറഞ്ഞു. അപ്പോൾ മുഹാജിരീങ്ങളും അൻസാരികളുമായ ആളെക്കൂട്ടത്തിൽ നിന്ന് ഈ കാണപ്പെടുന്നതിൽ നിന്ന് നിനക്ക് പ്രത്യേക പദവിയുണ്ട്. അതുകൊണ്ട് ഉമർ തങ്ങളടുത്ത് പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പെരുമാറണം എന്ന് പറയും. ഇഫ്ള് അന്നീ സലാസൻ, 3 കാര്യം പഠിച്ചു വെക്ക്. ഊസീക ബിഹിന്ന, അതുകൊണ്ട് ഞാൻ വസീയത്ത് പറയാന്ന്. ലാ യുജദ്ദിബ് അലൈക ഗദിബൻ, ലാ യുജദ്ദിബിൻ്റെ തമ്മിലടുത്തേക്ക് അമീറുൽ മുഅ്മിനീനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിന്റെ മക്കളിൽ നിന്ന് കളവ് അനുഭവിക്കാൻ പാടില്ല. ഇബ്നു അബ്ബാസ് കളവ് പറഞ്ഞു എന്ന് വരാൻ പാടില്ല. വളരെ സംസാരത്തിൽ ശ്രദ്ധിച്ചുകൊള്ളണം, കാരണം അത്ര സ്ഥാനം കൊടുത്തല്ലോ. 2 വലാ തഖ്തബ് ഇൻദഹു മുസ്ലിമൻ, മൂപ്പറ അടുത്ത് വെച്ചിട്ട് ആര് ഗീബത്ത് പറയാൻ പാടില്ല. അത് ഉമർ തങ്ങൾക്ക് വിഷമാണ്. 3 വലാ തുഫ്സിലഹു സിർറൻ, അവർക്കുള്ള ഒരു സിർറിന് നീ വെളിപ്പെടുത്താനും പാടില്ല. 3 കാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഖുൽതു യാ അബതി കുല്ലു വാഹിദത്തിൻ ഖൈറും മിൻ അൽഫി ബദ്റത്തിൻ എന്ന് പറഞ്ഞു. ഈ 3 ഓരോന്നും 1000 പണക്കിഴിയേക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞു. അത്ര വില പിടിച്ചതായിരുന്നു. ബദ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അസുറത്തു യകൂനു ഫി അൽഫുൻ ഔ അശറത്തു ആലാഫി ദിർഹം, 1000-ഓ 10,000-ഓ ദിർഹം അടങ്ങുന്ന ഒരു പേക്ക്. അത് സബ്അത്തു ആലാഫി ദീനാറം, 7000 ദീനാർ. ദിർഹമാണ് ഇപ്പുറം പറഞ്ഞത്. ദിർഹമും ദീനാറും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ 7000 ദീനാർ ഉൾക്കൊള്ളുന്ന. അപ്പോൾ ഓരോന്നും 1000 ബദ്റത്തിനാക്കാണ് ഖൈറായി എന്ന്. ഫക്കാല, അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ പോരാ. കുല്ലു വാഹിദത്തിൻ ഖൈറും മിൻ അശറത്തി അലാഫി ബദ്റത്തിൻ എന്ന് പറയണം. 10,000 ബദ്റത്തിനാക്കാണ് ഖൈറാന്ന് പറയാന്ന്. അപ്പോൾ വില കൂട്ടിയല്ല. മിനൽ ഇർശാദ് ഇബ്നു അമ്മാദ്. മറ്റേ 4-ാമത്തത് താരീഖിൽ കിട്ടിയത് വഇയ്യാക മുസാദഖത്തുൽ ബഖീൽ ഫഇന്നഹു യഖഉദു അൻക ഹവജു മാ തകൂനു ഇലൈ. അത് വിട്ടുവരാണ്, നമുക്ക് എഴുതി കൊടുക്കണം. കിട്ടിയ കിതാബ് താരീഖുൽ ഖുലഫ കിട്ടിയത്. അതെ, അത് ഇതിലെ ചെടിയിലിട്ട്. അപ്പോൾ അത് കൂട്ടാം. വയ്യാക്ക മുസാദഖത്തുൽ ബഖീലല്ലേ, പിശുക്കന്മാരോട് നീ സുഹബത്ത് കെട്ടാൻ പാടില്ല. നമ്മൾ കള്ളസിൽ എഴുതിയിട്ടിടെ ചേർത്ത് കൊടുക്കാം. ബഖീലന്മാരോട് അതുകൊണ്ട് നിനക്ക് ഏറ്റവും ആവശ്യമാകുന്ന സ്ഥലം നിന്നെ കൈയൊഴിക്കും. ഇദ്ദേഹത്തിന് പൈസക്ക് വാങ്ങുന്നുണ്ടല്ല, എന്നോട് ചോദിക്കുന്നു കണ്ടാൽ മൂപ്പറും എല്ലാം തടി തപ്പും.
അത് നമുക്ക് ഇബാറത്ത് അവിടെ അടയാളം വെക്കുന്നത് നമുക്ക് വയ്യ എഴുതാൻ, അത് ആവശ്യം തന്നെയല്ലേ. ഇനി അതാണ് തീർന്നു. ബിഹിം വസായ സലഫി സാലിഹിൻ അഫഅനല്ലാഹു ബിഹിം, അത് ഇന്നാളെന്നില്ല, ഏത് സാലിഹ്യങ്ങൾ പറഞ്ഞാലും എടുക്കലാണ്. ഖാല ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന സലഫു റളിയല്ലാഹു അൻഹും യതവാസൗന ബിസലാസതി വസായ. കണ്ടാ, സലഫു സാലിഹ്യങ്ങളായിരുന്നു, അവർ പരസ്പരം വസിയത്ത് പറയും, 3 വസിയത്ത്. അൽ ഊല, ഒന്നാമത്തെ വസിയത്ത് എന്തെന്നാ, മൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹി തആല, അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ആ ഇടപാടുണ്ടല്ലോ എന്തായാലും അത് വളരെ സാലിഹാക്കിയാൽ, അസ്ലഹല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസ്, അവൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ളതിന് അള്ളാഹു മസ്ലഹത്താക്കിക്കൊള്ളും. അപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കോലൊന്നും കെട്ടണ്ടായി മെഹ്റാബിലിരിക്കുന്ന ആള് എന്താ, നാട്ടുകാരെല്ലാവരും എന്നെ സ്തുതിച്ചവരാണോ, ഞാൻ വലിയ നല്ല ഖതീബാണോ, നല്ല പ്രാസംഗികനാണോ, അതൊന്നും ഇവിടെ ചിന്തിക്കാൻ പാടില്ല. മൻ അസ്ലഹ മാ ബൈനഹു ബൈനല്ലാഹി തആല, എന്നാലോ നിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ളത് അല്ലാഹു തആല ശരിയായിക്കോളും. അസ്സാനിയ, രണ്ടാമത്, മൻ അസ്ലഹ സരീറതഹു, അവൻ്റെ ബാഹ്യം ഇവൻ അസ്ലഹാക്കിയാൽ അസ്ലഹ അല്ലാഹു അലാനിയതഹു, അപ്പോൾ ഓരോന്നിലുണ്ട് ജദ്ബും ഓരോന്നിലുണ്ട് സുലൂക്കും. മൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹി തആലയാണ് ഇത് സുലൂക്ക്. അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസിയാണ് അതിൻ്റെ ജദ്ബ്. ശരീരത്തെ നന്നാക്കി കഴിഞ്ഞാൽ അലാനിയത്ത് അന്ന് ശരിയായിക്കൊള്ളൂ. അസാലിസത്തു, മൂന്നാമത്തേത്, മൻ അസ്ലഹ അംറ ആഖിറതിഹി, ആഖിറത്തിൻ്റെ കാര്യം ഒരാളെ ശരിപ്പെടുത്തിയാൽ അസ്ലഹ അംറ ദുന്യാഹു, ദുന്യാവിൻ്റെ കാര്യം അല്ലാഹു തആല നന്നായിക്കൊള്ളും. അപ്പോൾ 3 സുലൂക്കുണ്ട്, 3 ജദ്ബത്തുണ്ട്. ഇതെന്തിനാ, തഖരീബുൽ ഉസൂൽ എന്ന കിതാബിൽ നിന്ന് എടുത്തതാണ്. ആരതാണ്? അൽ ഇമാം അഹമ്മദ് ബിൻ സൈനി ദഹലാൻ, മുഫ്തി മക്ക. സൈനി ദഹലാൻ യാനത്തിൻ്റെ മുസന്നിഫിൻ്റെ ഉസ്താദ്. അവിടെയാണല്ലോ പഴയകാലത്ത് സനദിൻ്റെ പോക്ക്. അന്ന് വേലൂരും ഇതൊന്നും ഇല്ല കാലിലല്ല. അതെ, സീറിൻ്റെ മുസന്നിഫ്, അവർക്ക് ഒരുപാട് കിതാബുണ്ടല്ലോ. ഓരോ തസവുഫിൻ്റെ കിതാബാണ് തഖരീബുൽ ഉസൂൽ. തഖദ്ദമ തർജുമത്തോ, 148 വരെ ചരിത്രം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി വഅൻ സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് ഖാല ദഖൽതു അലൽ ഇമാം ജഅഫർ അസ്-സാദിഖ് റളിയല്ലാഹു അൻഹു, നമ്മളെ അഹ്ലു ബൈത്തുൽ ഇമാമിയങ്ങളിൽപ്പെട്ടവരാണ്. വറ കാണാൻ പോയി. ഫഖുൽതു ലഹു യാ ബിന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ എന്ന് വിളിച്ചാൽ എന്താന്ന്, പേരക്കുട്ടിയാണല്ലോ. ഔസനി, എനിക്ക് വസീത്ത് പറഞ്ഞു തരണം. ഖാല ലാ യാ സുഫിയാനെ ലാ മുറൂബത്ത ലികദൂബിൻ, കളവ് പറയുന്ന ആൾക്ക് മുറൂബത്തില്ല. വലാ റാഹത്ത ലിഹസൂദിൻ, അസൂയ വെക്കുന്ന ആൾക്ക് ഒരിക്കലും റാഹത്ത് കിട്ടൂല. കാരണം അവൻ്റെ ആരെങ്കിലും നിയമത്ത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അപ്പുറം നിയമത്തെ വർദ്ധിക്കുന്നവർ ഇവനിക്ക് ഉറക്കില്ലായ്മ, കൽബ് ചൂടാകല്, ഇതെല്ലാം ഉണ്ടായില്ലേ. വലാ ഇഖാലി മലൂരി, സുഹൃത്തുക്കളോട് എന്താണ് പെരുമാറുന്നതിൽ ഈ മലലിൻ്റെ മടുപ്പുണ്ടാക്കുന്ന ആളുകൾക്ക് കൂട്ടുകെട്ട് നടക്കൂല. വലാ സൂദൻ സയ്യിൽ ഖുലഖി, സ്വഭാവം ചീത്തയാൾക്ക് നേതൃത്വം കിട്ടൂല എന്ന് പറഞ്ഞു. കൊൽത്തു, അപ്പോൾ ആര് പറയുന്നു? സുഫിയാൻ സൗരി പറയുന്നു, യബിന റസൂലില്ലാഹ് സിദ്നി, ഇനിയും പറഞ്ഞതാണ്. ഖാല യാ സുഫിയാനു കുഫ അൻ മഹാരിമില്ലാഹി തകുൻ ആബിദാൻ, ഇത് മുമ്പ് പറഞ്ഞ ഹദീസിൻ്റെ ഒരു നേരം ഇതാണ്. ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് നീ തടുത്തോ, എന്നാൽ നീ വലിയ ആബിദായി. വർള ബിമാ കസമല്ലാഹു ലക, അല്ലാഹു തആല നിനക്ക് ഒഴിവെച്ച് തന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് പൊരുത്തപ്പെടുക. തകുൻ മുസ്ലിമ, നീ ശരിയായ മുസ്ലിമാകും. വസഹബിന്നാസ ബിമാ തുഹിബ്ബു അൻ യസ്ഹബൂക ബിഹി, ജനങ്ങൾ നിന്നോട് എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ജനങ്ങളോട് പെരുമാറുക. എന്നാൽ തകുൻ മുഅ്മിന, നീ യഥാർത്ഥ മുഅ്മിനായി. വലാ തസ്ഹബിൽ ഫാജിറ, ഫാജിറിനോട് കൂട്ടുകെട്ടാൻ പാടില്ല. ഫയുഅല്ലിമക മിൻ ഫുജൂരിഹി, അവൻ്റെ ഫുജൂറിൽ നിന്ന് നീ പഠിക്കും.
കൂട്ടുകെട്ടുകൊണ്ട്. വശാവിറ ഫി അംരിക്ക, നിന്റെ കാര്യങ്ങൾ മുഷാവറ ചെയ്യണം. ആരോട്? അല്ലദീന യഖ്ശൗനല്ലാഹ്, അള്ളാഹിനെ പേടിക്കുന്ന ആളുകളോട് മുഷാവറ ചെയ്യണമെന്ന്. ഖുൽതു യബ്ന റസൂലില്ലാ സിദ്നി എന്ന് പറഞ്ഞു, ഇനിയും വർദ്ധിപ്പിക്കുന്നു. ഖാല യാ സുഫിയാനു മൻ അറാദ ഇസ്സൻ ബിലാ അശീറത്തിൻ, കൂട്ടുകുടുംബങ്ങളോ മറ്റൊന്നും ഇല്ലാതെ കണ്ട് ഇസ്സ് കിട്ടണം. പൊതുവേ അതുകൊണ്ടാണല്ലോ ഇസ്സ്, ഇയാൾക്കൊന്നുമില്ല. എന്നാൽ ഹൈബത്തൻ ബിലാ സുൽത്താനിൻ, അതുപോലെ അധികാരങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ജനങ്ങളെ കൽബിൽ ഹൈബത്തും വേണോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. ഫൽ യഖ്റുജ് മിൻ ദുല്ലി മഅസിയത്തില്ലാഹി, അള്ളാഹുവിൻ്റെ മാസിയത്താകുന്ന ആ ദുല്ലിൽ നിന്ന് പുറപ്പെടുക. ഇലാ ഇസ്സി താഅത്തില്ല, അള്ളാഹുവിൻ്റെ താഴത്താകുന്ന ഇസ്സിലേക്ക് പുറപ്പെട്ടാൽ എനിക്ക് കൂട്ടും കുടുംബവും ആളും പാടും പന്താരി ഒന്നും ഇല്ലെങ്കിൽ ഇസ്സത്തിന് പുറമുണ്ടാവില്ല. പിന്നെ നിനക്ക് യാതൊരു അധികാരമുള്ള സുൽത്താനിയത്തൊന്നുമില്ല, എന്നാലും ജനങ്ങൾക്ക് നിന്നെ പേടിയാണ്. ഖുൽതു യബ്ന റസൂലില്ലാഹ് സിദ്നി, ഇനി പറഞ്ഞു. ഖാല അദ്ദബനി അബീ ബിസലാസിൻ, ബാപ്പ എനിക്ക് 3 കാര്യം കൊണ്ട് അദബ് പഠിപ്പിച്ചു. ഉറപ്പാ ആർക്ക്? ജാഫർ സാദിഖ് തങ്ങൾക്ക്. വഅത്ബഅനി ബിസലാസിൻ, അതിൻ്റെ കൂടെ 3 വേറെയും പറഞ്ഞാണ്. അപ്പോൾ 6 ആയി. ഖാല അബി, ഉപ്പ പറയുന്നു, മൻ യസ്ഹബ് സാഹിബ സൂഇ ലം യസ്ലം, കുറ്റവാളിയായ ആളുകളോട് സുഹബത്ത് കെട്ടിയാൽ ഇവനിക്ക് രക്ഷയില്ല. ചിലപ്പോൾ എന്താ കോൻ ചെയ്ത കുറ്റം ഇവൻ്റെ ഇവനിലേക്ക് ചുമത്തപ്പെടും. വമൻ യദ്ഖുൽ മദാഖില സൂഇ, മോശമായ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചാൽ യുത്തഹമു, അവനെന്താക്കും ദോഷം കൊണ്ട് തെറ്റിക്കുമ്പോൾ. ഇപ്പം കള്ളഷാപ്പിൻ്റെ വക്കത്തെല്ലാം പോകലി, അവെന്താക്കും ഓൻ കള്ളുടിക്കലുണ്ടെന്ന് പറയും. ജനങ്ങൾക്ക് അതിലെ കൊണ്ടു. വമൻ ലാ യംലികു ലിസാനഹു, നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആൾ ജന്തം എപ്പോഴും ഖേദിക്കേണ്ടി വരും. ഇതിൻ്റെ സുമ്മാൻഷത. പിന്നെ ഒരു പാട്ട് പാടി, ഇപ്പം 3 ഇല്ലേ. عود لسانك قول الخير تهل به إن اللسان لما عودت معتاد مؤكل يتقاضى ما نسيت له في الخير والشر فانظر كيف ترتادون. عود لسانك, നിന്റെ ലിസാനിനെ നീ പതിവാക്കണം, ശീലിപ്പിക്കണം. കൗലൽ ഖൈർ, ഖൈറിനെ പറയലി. തഹല ബിഹി, ആ ഖൈറ് കൊണ്ട് നീ വിജയിച്ചവനാകും. എന്തുകൊണ്ട്? ഇന്നൽ ലിസാന, നാവെന്ന് പറഞ്ഞാൽ ലിമാ മുഅ്താദുൻ ലിമാ അബ്ബത്ത, ഇന്ന ലിസാനിൻ്റെ ഖബറാണ് ലാസ്റ്റ്. ഇന്നൽ ലിസാന മുഅ്താദുൻ ലിമാ അബ്ബത്ത, നാവിന് എന്താണോ പതിവാക്കി കൊടുത്തത് അത് പതിവാക്കുന്ന ആളാണ് നാവ്. ഖൈറങ്ങി ഖൈർ, ഷെറിന് ഷെറ്. മുഅക്കലുൻ, അത് മുഅ്താദുവിൻ്റെ ഖബർ വാക്കിയാണ്. മുഅക്കലുൻ യതഖാലാ മാ നസീത ലഹു, നീ മറന്നു പോയതിനെന്താക്കും പിരിച്ചെടുക്കുന്ന ആളാണ്. യതഖാല എന്ന് പറഞ്ഞാൽ കണക്കും കൊച്ചെല്ലാം പിരിവെടുക്കാൻ പോകുന്നില്ലേന്ന്. അവിടെ ഇത്ര കൊടുക്കണം ഇത്ര കൊടുക്കണ്ട ഇങ്ങെടുക്കുന്ന പറഞ്ഞ് അതാ. നീ മറന്നു പോയതുണ്ടെങ്കിൽ നാവെന്താക്കും അത് പിരിച്ചെടുക്കും. ഫിൽ ഖൈറിലാവട്ടെ ഷെറിലാവട്ടെ. അതുകൊണ്ട് ഫൻദുർ കൈഫ തർതാദു, നീ അതിനാ ആ ഏൽപ്പിച്ചിട്ട് അയക്കുന്ന കൊയ്യുന്നുണ്ടല്ലോ അതെന്താന്ന് ആദ്യം ചിന്തിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ 3 കാല സുഫിയാൻ പറയുന്നു, സുമ്മ കുൽത്തു, പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഫമ സലാസുൽ ലുഖാർ, 3ൻ്റെ കൂടെ 3 കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 3 ഏതാ? ഫഖാല ഖാല അബി, ഇപ്പോൾ പറഞ്ഞു, ഇന്നമാ യുത്തക ഹാസിദു നിഅമത്തിൻ, നിഅമത്തിന് ഹസദ് വെക്കുന്ന ആളെ വളരെ കാത്തു സൂക്ഷിക്കണം. ഓൻ്റെ ശരീരത്തൊട്ടുണ്ടാക്കണം, കാവലിനെ തേടിക്കൊണ്ടിരിക്കണം. അതിന് ഉറുക്കേട്ടേണ്ടി വന്നാൽ ഉറുക്ക് കെട്ടിക്കൊള്ളാം, മന്ത്രിക്കേണ്ടി വന്നാൽ മന്ത്രിക്കുക, ഔറാദ് ചെല്ലേണ്ടി വന്നാൽ ഔറാദ് ചെല്ലുക. അതുകൊണ്ട് കാവലാക്കണം. കാരണം ഓൻ്റെ അസൂയ നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവിടെ ചെയ്യും. ഇന്നിപ്പം മിനിമം പരിപാടി ചെയ്യില്ലാന്ന്. അവിടെ ചില്ലറ പൈസയോ ലേശം വെളിച്ചെണ്ണയും കൊടുത്താൽ നിങ്ങൾക്ക് എന്താ വേണ്ടോ ഓൾറെഡി എല്ലാം ശരിയായിരുന്നു. അതായിപ്പോൾ എളുപ്പം കാണുന്നു. അതുപോലെ ആ ഷാമിത്തുമ്പി മാസിയത്തിന് ഒരു മാസിയത്തുണ്ട്, ഷമാത്തത്ത് പറയുന്നവനും പേടിക്കണം. കാരണം നമ്മൾ മാസ്വമ്യങ്ങളല്ലാത്തത് കൊണ്ട് ആ മാസിയത്ത് എടുത്തിട്ട് എന്താക്കും ഷമാത്തത്താക്കി കളിയാക്കലും തമാശയാക്കലും വരും. അതുപോലെ ആ ഹാമിൽ നമീമ, നമീമത്തിന് വഹിക്കുന്ന മനുഷ്യനുണ്ട്. അപ്പം നമീമത്ത് വഹിച്ചാൽ എഴുന്ന് പറഞ്ഞത് അപ്പുറം പോയി പറഞ്ഞ്, അപ്പം ഇപ്പത്തേക്ക് പറഞ്ഞ്, ഇപ്പം അപ്പുറം പറഞ്ഞ്, പറയാത്ത പറഞ്ഞ് കുഴപ്പമുണ്ടാക്കല്. ദക്കറദാലിക ഫി മജ്മഇൽ അഹ്ബാബിൽ പറഞ്ഞതാണ്. മജ്മഉൽ അഹ്ബാബ് ഏതാണ്? ഹില്യത്തിൻ്റെ മറ്റൊരു മുഖ്തസറാണ്.
സിഫത്തു സഫ പോലെ തന്നെ മറ്റൊരു മുഖ്തസറാണ്. സിഫത്തു സഫവാക്ക് 4 വള്ളിയാണ്, മജ്മുഉൽ അഹ്ബാബിന് 6 വള്ളിയാണ്. ഇല്ലത്ത് 10, പേരസടക്കം 11 ഉണ്ട്. എനിക്ക് പട്ടി കണ്ടില്ലേ. മറ്റൊരു കിതാബ് നോക്കാൻ വേണ്ട ഖസാലിമ പ്രേരിപ്പിച്ച കിതാബുണ്ടെങ്കിൽ ഹില്യത്തേ ഉണ്ട്. നമ്മൾ ഹില്യത്രേ ഉണ്ടല്ലോ. കൽബ് നന്നാക്കാൻ വേണ്ടി നീ ഖുർആനും ഹദീസും ഒഴിച്ചാൽ വേറെ എന്തെങ്കിലും നോക്കുന്നതിന് ഹില്യത്ത് ഒഴിക്കും. അത് പറഞ്ഞില്ല, ഓരോ പമ്പ എടുത്തിട്ട് പറയും ഖുർആൻ ഓതിയാലോ ഓതുമുണ്ട ഒന്നൂറ് കൽബ് കിട്ടുന്നു. അപ്പം ആ ഓതുന്നുണ്ടാവും, മനസ്സോടെയോ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അധികം അർത്ഥം കിട്ടൂല, അല്ലെങ്കിൽ അതിനോടുള്ള അതവ് പാലിക്കുന്നില്ല. ദിക്ർ ചെല്ലാലും കുഴപ്പമില്ല തന്നെ. നാവ് ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടുണ്ടാവും, കൽബിലില്ല. അതുകൊണ്ട് ഹില്യത്ത് നോക്കിക്കോ. എന്നാൽ പിന്നെ ഓറെ കണ്ടിട്ട് പഠിക്കാം. അബു നൈമുൽ ഇസ്ഫഹാനി അല്ല, അതറിയപ്പെട്ടത് ഹില്യത്തുൽ ഔലിയ എന്ന് ഇപ്പം കിട്ടുന്നുണ്ട്. നമ്മടെ പൊക്കിച്ചാണ് കണ്ടുവച്ചിട്ടെല്ലാം കൂടി മക്തബത്ത് സഫയിൽ കണ്ടുവച്ചപ്പോൾ. അപ്പം അന്ന് പണിക്കാൻ തന്നെയേ ഉള്ളൂ. എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞ് മുതലാളി വന്നാൽ നമുക്ക് കുറച്ച് റിഡക്ഷൻ കിട്ടും, നാളെ രാവിലെ വരാം. പോകലും ഉണ്ടായിട്ടില്ല, മകലും ഉണ്ടായിട്ടില്ല. അതങ്ങനെ അത് പോയിപ്പോയി. ആ വില കൂടിയാലെങ്കിൽ എടുക്കാമെന്ന് വയ്യ തോന്നി. ഈ പണിക്കാരൻ്റെ വില കുറച്ച് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചെറിയ ശതമാനമുള്ള കീവ് കിട്ടും. അബുദാബിന്ന് അത് അപകർഷിച്ചിരിക്കുന്നുണ്ട്. അത് ഓരോ തവക്കാത്താണ്. ആദ്യം മദീനയെ കേന്ദ്രം വെച്ചിട്ട് തുടങ്ങലാണ് സിഫത്തു സഫയിലേക്ക് മാറ്റിയത്. മൂപ്പർ ബഗ്ദാദിനെ കേന്ദ്രം വെച്ചുകൊണ്ട് ബഗ്ദാദിൽ നിന്ന് ഇത്ര ഇങ്ങനെ ഓരോ തവക്കാക്കി തിരിച്ച് സഹാബത്തിൻ്റെത്, പിന്നെ താബിഈങ്ങളെ അതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട തവക്കയാക്കി മദീനയെ കേന്ദ്രം വെച്ചുകൊണ്ടിട്ട് അത് ജൗസി സിഫത്തു സഫ നല്ല കിതാബാണ്. മജ്മുഉൽ അഹ്ബാബ് നീ ഇത് കയറ്റാൻ പറഞ്ഞിട്ട് കയറ്റിയില്ല ഷമാസ, അയപ്പാട് കയറ്റാൻ പറഞ്ഞിട്ട് അത് 6 കൊള്ളിയോ. അത് അതിവരല്ലേ അബുൽ ഹസൻ ഷാദിൽ ഇതാണ് ഷിഫാവും, പിന്നെ ഖുർആൻ്റെ ഇബ്നു അത്തിയാൻ്റെ തഫ്സീർ, പിന്നെ അങ്ങനെ ഉണ്ടല്ലേ ചില പ്രസംഗിച്ചൊക്കെയുണ്ട്. ബുർദയെല്ലാം ചെല്ലുന്ന ആളാണ്. ബുർദ അതിനുശേഷം അബുൽ അബ്ബാസ് മുർസിയും കഴിഞ്ഞിട്ട് ഇബ്നു അത്തൻ ഹസീഖൻ തരീങ്ങളുടെ കാലത്താണ് ബുർദ ഉണ്ടാകുന്നത്. ഇത്രയും ബാക്കിയുള്ളൂ. ഇനി അവിടെ വെക്കാൻ തോന്നുന്നല്ലേ. മൂസൽ കാദിം, ജഫർ സാദിഖ് നിങ്ങളുടെ മകനാണ് മൂസൽ കാദിം. അയ്യോ, ഇനി വരെ എഴുതിയാലോ. ഒരു പെണ്ണുണ്ട്. ആളെ ഈ നോക്കുമ്പോൾ തന്നെ ഒരു കറുത്ത ടോപ്പുള്ള പെണ്ണാണ് എഴുതുന്നത്. എത്രാമത്തെ പേജാണ്? പേജ് നമ്പർ പറയാം. 752.
വേർത്ത് വയ്ക്കും. وإياك وإياك ومصادقة البخيل